ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ലെവൽ 1 ഓട്ടിസമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് എൻ്റെ മോന്, അതായത് രണ്ടാമത്തെ കുട്ടിക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തത് ലെവൽ 1 ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് കുട്ടികളുടെ പ്രശ്നം പറയുന്ന ഒരുപാട് പേര് എൻ്റെ കുട്ടിയുടെ സെയിം പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരോടും ഇത് ഓട്ടിസമാണ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഡയഗ്നോസ് ചെയ്യാൻ ആളല്ല. നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം അത് സത്യമാണോ അല്ല അത് വെറും സംശയം മാത്രമാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ADHD ആയിക്കോട്ടെ ഓട്ടിസം ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട വിഷയമല്ല കേട്ടോ. ഇത് ഡിസോർഡറാണ് അല്ലേ, ഇത് ഡിസീസല്ല, ഇത് രോഗമല്ല, ഇത് ഒരു ഡിസോർഡറാണ്. അപ്പോൾ അതിനെ അതായിട്ട് തന്നെ കാണുക. നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമേ അല്ല. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള ADHD ഉള്ള ആൾക്കാരെക്കുറിച്ച് പറയാമെന്ന്. പിന്നെ അവസാനം എത്തിയപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. ഇതിലിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഓട്ടിസം ലെവൽ 1 ഉള്ള ഒരാളാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ടെസ്ല, സ്പേസ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാളും പരിചയം നമ്മുടെ കുട്ടികൾക്കുണ്ടാവും അല്ലേ. ലെവൽ 1 ഓട്ടിസം ഉള്ള ആളാണ് നമ്മുടെ ഇലോൺ മസ്ക്. ഇനി പോട്ടെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ലെവൽ 1 ഓട്ടിസ്റ്റിക് ആണ്. നിങ്ങൾക്കിതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ADHD ആണെങ്കിൽ മൈക്കിൾ ഫെലിപ്സിന് അറിയാമല്ലോ. നമ്മുടെ ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്വിമ്മിങ്ങിൽ ഒരുപാട് ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുള്ള ആൾ, അവർക്ക് ADHD ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ ആശ്വാസത്തിനാണ്. ഇതൊന്നും ഒരു രോഗമായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല, ഇതൊരു ഡിസോർഡറാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ജീവിക്കും. എല്ലാവരും ജീവിക്കുന്നതിനേക്കാളും വേണമെങ്കിൽ ബെറ്ററായിട്ട് നമുക്ക് ജീവിക്കാം, നല്ല ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നമില്ലെങ്കിലും, അതായത് ന്യൂറോ ഡൈവേർജൻ്റ് ആണ് അല്ലെങ്കിൽ ന്യൂറോ ടിപ്പിക്കലാണ്, എന്താണെങ്കിലും നമുക്ക് എപ്പോഴും 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നന്നായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ മോശമായിട്ട് ജീവിക്കാം. അത് നമ്മൾ ഓരോ ദിവസവും എന്ത് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കടന്നാലോ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ആദ്യത്തെ പ്രശ്നം നമുക്ക് പറയാൻ പറ്റുന്ന തന്നെ കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ കുട്ടിക്കാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ട്. അതായത് പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കുക, നമ്മളോടൊക്കെ സംസാരിക്കും, പക്ഷെ പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അവർക്ക് പല ഏരിയാസും എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് തന്നെ ഞാൻ പല സ്റ്റോറീസിലൂടെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരാളെ കണ്ടാൽ വിശേഷം ചോദിക്കുന്നത്, എൻ്റെ കുട്ടിക്ക് ആ വിശേഷം ചോദിക്കലൊക്കെ ഒരു നോർമൽ സംഭവമാണ്. വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് വിശേഷം ചോദിക്കാൻ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന മറുപടി പറയാം എന്നൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആൾക്ക് ഓക്കെ ഇങ്ങനെയാണല്ലേ എന്നുള്ളത് ക്ലിയർ ആവുന്നത്. ചിലർക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഈ ഓട്ടിസം ലെവൽ 1 എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഈ പറയുന്നതൊക്കെ തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാവുക, വ്യത്യാസമുണ്ട്. ഈ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഒന്നല്ല, 1000 ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് മെയിനായിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നം. ചില കുട്ടികൾ സംസാരിക്കും, ചില കുട്ടികൾക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്ന്, ഇവരെപ്പോഴും ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കുട്ടികൾക്കൊരു കറക്റ്റായിട്ടുള്ള റുട്ടീൻ വേണം. ചിലപ്പോൾ ഒരേ കളറുള്ള പാത്രം തന്നെ വേണം, അല്ലെങ്കിൽ കപ്പ് വേണം. അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന തന്നെ എല്ലാ സമയത്തും വേണം. അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളതിനോടാണ് എപ്പോഴും താല്പര്യം, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള റുട്ടീൻ അല്ലാതെ അത് തെറ്റിക്കൊണ്ടുപോകുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ചിട്ട കൂടുതലായിരിക്കും. ചില വിഷയത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അത് കാറായിരിക്കാം, ചിലപ്പോൾ അത് യൂണിക്കോൺ ആയിരിക്കാം, ചിലപ്പോൾ ചില കളേഴ്സ് ആയിരിക്കാം, ചിലതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഡൈനോസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. റോബോട്ട് എന്ന് പറഞ്ഞാൽ അത് എന്ത് വെച്ചിട്ടും റോബോട്ടിന് ഉണ്ടാക്കും. അതായത് സ്പെഷ്യലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞതിൽ, ഇപ്പോൾ ഭാഷ കൈകാര്യം ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, ചിലപ്പോൾ നല്ല എളുപ്പമായിരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതിലാണ് ഒരു പ്രയാസം വരുന്നത്. അതായത് ഒരു കോൺവെർസേഷൻ നമ്മളിപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം എന്നുള്ളതിലാണ് പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക. പിന്നെ ഐ കോണ്ടാക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതിൽ ബുദ്ധിമുട്ടുണ്ടാവും, കംഫർട്ടബിൾ ആയിരിക്കില്ല.
കംഫർട്ടബിൾ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും കേട്ടോ. പിന്നെ നിർബന്ധമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ ചെറിയ പ്രായം മുതലേ ചില പാരൻസ് കുട്ടികൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിലും കണ്ണുരുട്ടി പേടിപ്പിച്ച് അല്ലെങ്കിൽ പിച്ചിയിട്ടും തല്ലിയിട്ടും ഒക്കെ ചില കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും അല്ലേ. അതായത് സോഷ്യലി വേറെ പ്രശ്നങ്ങൾ പാരൻസിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തല്ലിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ റൂൾസ് തെറ്റിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ റുട്ടീൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്തിലാണെങ്കിലും മറ്റുള്ളവർ റൂൾസ് തെറ്റിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടമായിരിക്കും. ഒരു കൂട്ടത്തിൽ കളിക്കുന്നതിനേക്കാളും ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും താല്പര്യം ഉണ്ടാവുക. അവർക്ക് കൂട്ടത്തിൽ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായാലും അവർക്ക് കളിക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അത് കളിക്കാനൊക്കെ പഠിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കളിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പുഷ് ചെയ്യാനല്ല കേട്ടോ, ഒരുപാട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനല്ല. അതിലേക്ക് ആ ഒരു ഫണ്ണായിട്ടുള്ള ലൈഫിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടാവും, ഡീറ്റെയിൽസ് ശ്രദ്ധിക്കും. ഓരോന്നിൻ്റെയും മുക്കും മൂലയും എല്ലാ ഏരിയാസും അല്ലെങ്കിൽ എല്ലാ കളറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയുണ്ടാവും. ചിലപ്പോൾ അത് കാറിനെ കുറിച്ചായിരിക്കാം, അതിൻ്റെ എല്ലാ കാറിൻ്റെയും പേരറിയുണ്ടാവും. നമുക്കറിയാത്ത പല സംഭവവും ഓർത്തെടുത്ത് പറയും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറയും. പിന്നെ ഫെമിലിയർ അല്ലാത്ത സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ ആങ്ഷ്യസ് ആവും. അത് ഈവൺ ഇപ്പോൾ എൻ്റെ കുട്ടി ഫേസ് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഡെയിലി സ്കൂളിൽ രാവിലെ ഓൺലൈനായിട്ടാണ് എൻ്റെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആൾ ബെഡിൽ നിന്ന് തന്നെ ചോദിക്കും, ഇന്ന് സ്കൂളുണ്ടോ, തെറാപ്പി ഉണ്ടോ, മദ്രസ ഉണ്ടോ. ആൾക്കതൊരു ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിലേക്കൊക്കെ എത്താനുള്ളത് ആദ്യം തന്നെ ആൾക്ക് ഭയങ്കര ആങ്സൈറ്റി വരും. ഇതൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതിനേക്കാളും ഉമ്മി പഠിപ്പിക്കലാണ് നല്ലത് എന്നുള്ളത് പറയും. കാരണം എൻ്റെ അടുത്താകുമ്പോൾ സേഫാണ് എന്നുള്ളത്. സ്കൂളോ മദ്രസയോ ഒന്നും സേഫ് അല്ലാത്തതുകൊണ്ടല്ല, ആൾക്ക് ഒരുപാട് കുട്ടികളൊക്കെ കാണുമ്പോഴൊരു ആങ്സൈറ്റിയുടെ പ്രശ്നം അവിടെ വരും. പിന്നെ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിനിടയിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ പഠിക്കുന്നിടത്തുനിന്ന് വേറൊരു ജോലിയിലേക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറയാണ്, പോയി വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരൂ, പുറത്ത് വേസ്റ്റ് പോയി കളഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കടക്കാൻ, ഈവൻ പഠനം എന്ന് പറയുന്നത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിലും കൂടി വേസ്റ്റ് കളയാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലും അത്ര ചെറിയൊരു സംഗതി പോലും റെസിസ്റ്റൻസ് അവർക്ക് വരും. പിന്നെ മറ്റൊന്ന് സെൻസറി ഇഷ്യൂസ് ഇഷ്ടംപോലെ ഉണ്ടാവും. സൗണ്ട്, ലൈറ്റ്, ടെക്സ്ചർ. ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റാത്തൊരു ഫുഡാണ് പഴം അല്ലെങ്കിൽ ഓട്സ് പോലുള്ള കാര്യങ്ങൾ. ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കാൻ ശ്രമിച്ചാലും അത് മരുന്ന് പോലെ ഞാനിപ്പോൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് ഡിഫിക്കൽട്ടാണ്. സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും, ചില ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഇത് ADHD ഉള്ളവർക്കും ഉണ്ടാവും കേട്ടോ സെൻസറി ഇഷ്യൂസ്, ADHDക്കാർക്കും ഉണ്ടാവും. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഏരിയ ആണ്, വലിയൊരു ഏരിയ ആണ്. ഇപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ഇപ്പോഴാണ് സൗണ്ടിനോടൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. ഇതിന് മുൻപൊക്കെ ആൾക്ക് ചെറിയ ഒരു ബഹളമാണെങ്കിലും ആൾ ചെവി പൊത്തും. പുറത്തൊക്കെ പോകുമ്പോൾ ആൾ എപ്പോഴും 2 കൈ കൊണ്ടും ചെവി മുറുക്കി അടച്ചിട്ടാണ് ഉണ്ടാവുക. പിന്നെ സ്പീക്കറൊന്നുള്ള സ്പേസിലേക്ക് നമുക്ക് പോകാനേ പറ്റില്ല. ആൾ ഭയങ്കരമായിട്ട് കരയും, ചെവി മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. പിന്നെ ലൈറ്റ്സ് പ്രശ്നമുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വാമായിട്ടുള്ള ലൈറ്റാണ് ആൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ കുട്ടികളിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കുട്ടികൾ വെറുതെ പറയുന്നതല്ല, കുട്ടികൾ വെറുതെ ആക്ട് ചെയ്യുന്നതല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അൺയൂഷ്വലായിട്ടുള്ള പോസ്ചർ, മൂവ്മെൻറ്റ്, അതായത് അവരുടെ നടത്തം, നൃത്തം ഒക്കെ അവർ നിൽക്കുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ മുൻപ് എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ചില കാര്യങ്ങളിൽ ഇവരുടെ 2 കുട്ടികളുടെയും നടത്തം അല്ലെങ്കിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് അയ്യോ, ആൾക്കാർ കാണുമ്പോൾ എന്നെന്തേലും വിചാരിക്കുമോ എന്നുള്ള, അതായത് തീരെ പ്രത്യേകിച്ച് ഒരു കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, ഒരു ഉഷാറായിട്ട് നിൽക്കില്ല. അല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ മെല്ലെ തല താഴ്ത്തുന്നത്, അല്ലെങ്കിൽ ശരീരം വളച്ചിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് കരയുക, പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ ടാൻട്രംസ് കാണിക്കുക,
ഇതൊക്കെ നമുക്ക് മെല്ലെ ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് തോന്നുക ഇവരെപ്പോഴും ഷൈ ആണ്, മറ്റുള്ളവരുടെ മുൻപിൽ ഭയങ്കര നാണാണ് എന്നൊക്കെ തോന്നും. അതുപോലെ തന്നെ റൂഡാണെന്ന് തോന്നും. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ മദ്രസയിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തെറാപ്പി കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ടീച്ചേഴ്സിനോട് പാവം തോന്നും. ടീച്ചേഴ്സിനെ അറിയാം, ഞാൻ ഓട്ടിസത്തിൻ്റെ ഓരോ കാര്യവും ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. ആൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെന്തിനാണ് ചോദിച്ചത് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിക്കുക. ആൾക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം, എൻ്റെ മോന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം ഒരു പ്രശ്നമല്ല, ആൾ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും പീപ്പിൾ പ്ലീസിങ് ഒക്കെ ഒരു ശീലമായിട്ടുണ്ടായിരുന്ന എനിക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മോന് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ടീച്ചർ സ്വീറ്റായിട്ടായിരിക്കും ഒരു ചോദ്യം ചോദിക്കുക. അതായത് ഹായ് ഐമേൻ, സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സുഖാണ്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ടീച്ചർ ഇന്നെന്താ ഫുഡ് കഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കഴിച്ചത് എന്താണോ അത് മാത്രം പറയും. എന്നാൽ വേറെ വിശേഷം ചോദിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്താലും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നീട്ടിക്കൊണ്ടുപോകാൻ ആൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ ആൾക്ക് തന്നെ ഒരു എന്താണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ പറയും എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്, അതിനേക്കാളും സൈലൻ്റായിട്ട് ഇരിക്കലാണ് ആൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് റൂഡായിട്ട് തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ഒട്ടും സംസാരിക്കാതെ ചോദിച്ചതിന് മാത്രം ഒരൊറ്റ റിപ്ലൈ കൊടുത്തിട്ട്, ഇപ്പോൾ ഇതിന് മുൻപ് ആളെ ട്യൂഷൻ അയച്ചപ്പോൾ ട്യൂഷൻ ടീച്ചർ എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ഡെയിലി അവർ കാണുമ്പോൾ വിശേഷമായിട്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ, മോൻ എന്താ ഇന്ന് കഴിച്ചത് രാവിലെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ ഡെയിലി ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് ടീച്ചറോടും പറഞ്ഞത്രേ എന്നോട് ചോദിക്കേണ്ട. അപ്പോൾ ഇവർ റൂഡായതുകൊണ്ടല്ല ആ രീതിയിൽ പ്രതികരിക്കുന്നത്. അവർ പഠിച്ചു വരികയാണ്. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മളിവരെ ഫിക്സ് ചെയ്യല്ല വേണ്ടത്. അതായത് മൊത്തത്തിൽ അങ്ങ് ഇതെന്തോ പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലായിടത്തും ഗമ്മിട്ട് ഒട്ടിച്ചു കൊടുക്കല്ല വേണ്ടത്. ഈ ലോകത്ത് അവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഒരു ലോകം. അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ഹെൽപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളത്, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇന്ന ചെരുപ്പ് വേണം, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഡ്രസ്സ് വേണം, ഇന്ന കാര്യം. ഇപ്പോൾ എൻ്റെ മോന് പെട്ടെന്നൊരു ദിവസമാണ് ഇനി മുതൽ ട്രൗസർ ഇടില്ല എന്ന് പറഞ്ഞത്. അതായത് പുറത്ത് പോകുമ്പോൾ ഇനി മുതൽ ട്രൗസർ ഇടില്ല, പാൻസ് മാത്രമേ യൂസ് ചെയ്യൂ. പിന്നെ നമ്മൾ പാൻസിനുള്ള ഓട്ടമായിരുന്നു. കാരണം ട്രൗസറാണ് അതുവരെയും വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ പാൻസ് മാത്രമേ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഒരൊറ്റ പാൻറ്റ് തന്നെ എല്ലാ പ്രാവശ്യം ഇടാണ് പുറത്ത് പോകുമ്പോൾ. അതല്ലാതെ വേറൊന്നും ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സഡൻ ചേഞ്ചസ് വരുമ്പോൾ ഇതിപ്പോൾ ആളെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. ആളെ ട്രോമറ്റൈസ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും അറിയാതെ മനസ്സിലാക്കാതെ നമുക്ക് കുട്ടികളെ നോക്കാം. എങ്ങനെ ട്രൗസർ ഇടില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് നിൻ്റെ പാരൻറ്റ്, ഞാൻ പറയുന്നതേ നീ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തല്ലിയിട്ട് കുട്ടീനെ ട്രൗസർ ഇടിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകാം. പക്ഷേ രണ്ടും കുട്ടികളെ രണ്ട് രീതിയിലാണ് മോൾഡ് ചെയ്യുക, അല്ലേ? കുറേ ട്രോമ കൊടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ വളർത്താം. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെയുള്ള കുട്ടികളിപ്പോൾ ക്ലാസ്സിലാണെങ്കിലൊക്കെ സൈലൻ്റായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റവാക്കിൽ മറുപടി പറയുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില ചെല്ലപ്പേരെന്ന് പറയാൻ പറ്റില്ല, ബുള്ളിങ്ങിനൊക്കെ സാധ്യത കൂടുതലാണ്. അതായത് കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേരിട്ട് വിളിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കാത്ത പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മറ്റുള്ള രീതിയിൽ കുട്ടിക്ക് പേരിട്ട് കൊടുക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ലെവൽ 1 ഓട്ടിസം അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികളാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. സ്കൂളിലും അല്ലെങ്കിൽ ട്യൂഷൻ, മദ്രസ, അവർ പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകും. പിന്നെ സ്കൂളിലെ വർക്കാണെങ്കിലും അല്ലെങ്കിൽ മദ്രസ എന്തോ ആയിക്കോട്ടെ, അവരുടെ വർക്ക് പൂർത്തിയാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പെട്ടെന്ന് തന്നെ അവർ ഓവർവെൽമിങ് ആവും. എന്ത് കാര്യം പെട്ടെന്ന് തന്നെ അവർക്ക് ഫുള്ളായിട്ട് തോന്നും. എല്ലാം കൂടി ഒരു വലിയ ഭാരമായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം തമാശയായിട്ട് നമ്മൾ ചെറിയ തമാശയാണെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ സർക്കാസം എന്താണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ അത് കരച്ചിലേക്ക് അല്ലെങ്കിൽ അവരെന്തോ മോശം പറഞ്ഞ പോലെയാണ് എടുക്കുക. ഇപ്പോൾ എൻ്റെ മോനോട് ഇപ്പോൾ ആൾ കുറേയൊക്കെ ഓക്കെ ആയി. ആൾക്ക് കാര്യം ഇപ്പോൾ തമാശയായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്.
കുറച്ച് മുമ്പൊക്കെ ആളുടെ മുമ്പിൽ ഒരു തമാശയും പറയാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ചിരിക്കുമ്പോൾ ആൾ കരയാൻ തുടങ്ങും. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഉടനെ കരയും. നമ്മളെന്ന് പറഞ്ഞാൽ അത് ചെറിയ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഇവനെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴൊക്കെ ഇതെന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. അതാണ് പ്രശ്നം. ലൈഫിൽ തമാശ വേണ്ടാത്തത് കൊണ്ടല്ല ആ രീതിയിൽ പ്രതികരിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും മെല്ലെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്താൽ അവർ തമാശ ആസ്വദിച്ച് തുടങ്ങും. പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കുട്ടി എപ്പോഴും കരച്ചിലാണ് എന്നുള്ളത്, അല്ലേ? അതൊക്കെ ഇതിൻ്റെ ഒരു സൈനായിരുന്നു. ആദ്യം മുതലേ ആൾ നിർത്താതെ കരച്ചിലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഭയങ്കര സൈലൻറ്റ് ബേബി ആയിരുന്നു. പിന്നെ ഒരു 2.25 വയസ്സ് വരെയൊക്കെ വല്ലാത്ത കരച്ചിലായി. ഈ പറഞ്ഞ പോലെ സൗണ്ടിലും സ്മെല്ലിലും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആങ്സൈറ്റി മാനേജ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ സ്കൂളുണ്ടോ മദ്രസ ഉണ്ടോ തെറാപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഇയാൾക്ക് എല്ലാം ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാം ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാം ഓക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ ഇതൊക്കെ മാസ്ക് ചെയ്യും കേട്ടോ. നമ്മളിൽ കുറേ പേര് ഇതൊക്കെ മാസ്ക് ചെയ്ത് നടക്കുന്നുണ്ട്. അത് പയ്യെ ഇനി അടുത്തൊരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേര് ഓട്ടിസം തീർച്ചയായും ഡയഗ്നോസ് ചെയ്യും, അഡൾട്ട്. അത് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ജോത്സ്നൻ്റെ ഓട്ടിസം ഡയഗ്നോസ് ചെയ്തത് നല്ല ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു, അല്ലേ? അടുത്ത 3-4 വർഷം കൊണ്ട് നമ്മളിൽ കുറേ പേര് ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് മുന്നോട്ടേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട് പല ഏരിയാസും. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ കുട്ടികളുടെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്നെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇത് തന്നെയാണല്ലോ എൻ്റെ പ്രശ്നവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് പ്രഷർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഭാരമാവുന്ന കാര്യങ്ങൾ ഒരുപാട് അങ്ങ് നിർബന്ധിച്ച് എല്ലാവരെയും പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പുഷ് ചെയ്യേണ്ടതില്ല. കഴിയുന്ന കാര്യം അവർ ചെയ്തോട്ടെ, കഴിയാത്തത് വിട്ട് കളയുക. നമ്മൾ ഒരുപാട് പുഷ് ചെയ്താൽ അവരങ്ങ് ഇല്ലാതായി പോവും. എല്ലാ കുട്ടികളും ഒരുപോലെ ആവണം എന്നുള്ളത് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ? എല്ലാവരും ഒരുപോലെ ആവണമെന്ന് നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നമുക്ക് തന്നെ എത്ര പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സ്കൂളിൽ പോയിട്ട് എത്രമാത്രം പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസും കൊണ്ട് സ്കൂളിൽ പോയിട്ട് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെങ്കിലും പിന്നെ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടയ്ക്ക് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നുന്നൊരു കാര്യമാണ്, ഇതൊന്നും അറിയാതെ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇന്നുള്ളത്ര അവസരങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സോഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർ ഒരൊറ്റ റൂളിൽ എല്ലാവരും ഒരുപോലെ, എല്ലാവരും എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ നടപ്പിനനുസരിച്ചും ഒക്കെയും ജീവിച്ചിട്ടുണ്ടാവും. പലതും മനസ്സിലാക്കാൻ പറ്റാതെ, അല്ലേ? എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത തലമുറയുടെ കാര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരെ ഉഷാറാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കാര്യം കൂടി നമ്മളിതിനിടയിൽ ശരിയാക്കി എടുക്കുക. ഞാൻ എൻ്റെ 2 കുട്ടികളെയും ആദ്യമൊക്കെ വിചാരിച്ചത് 2 പേരും ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ടായിരുന്നു, നീയും സെൻസിറ്റീവാണ്. കാരണം എൻ്റെ കുറേ സ്വഭാവങ്ങളും ശീലങ്ങളൊക്കെയാണ് കുട്ടികളിൽ കാണുന്നത്. അപ്പോൾ ഞാനും സെൻസിറ്റീവ്, അതുപോലെ എൻ്റെ മക്കളും സെൻസിറ്റീവ് എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഈ സെൻസിറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ക്ലിയറായി മനസ്സിലാവുന്നത്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസിനുണ്ടാവുന്ന കുറച്ച് വിഷമങ്ങളൊന്ന് പറയാം. ഒന്ന്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എനിക്ക് ഈ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഓട്ടിസാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പ്രശ്നം എന്താണ്, അതുപോലെ തന്നെ ഇത് പേടിക്കേണ്ട വിഷയമല്ല എന്നുള്ളത് ഞാൻ തന്നെയാണ് എൻ്റെ ഉമ്മയോട് അതുപോലെ സിസ്റ്ററിനൊക്കെ ഇതൊക്കെ ക്ലിയറായി കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരുന്നു. പേടിക്കേണ്ട ഒരു വിഷയമല്ല, ആൾക്ക് കൊടുക്കേണ്ടത് സപ്പോർട്ടാണ് എന്നുള്ളത്. പിന്നെ കുറേ കാലം എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഒത്തുകൂടലൊക്കെ വരുമ്പോൾ ഗെറ്റ് ടുഗെദർ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് മോൻ ആരോടും സംസാരിക്കാതിരിക്കുമ്പോഴൊക്കെ കുറേ കേൾക്കേണ്ടി വരും. കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കുറച്ച് നാട്ടിൽ നിൽക്ക്, കുട്ടി ആരോട് സംസാരിക്കുന്നില്ല, നാട്ടിൽ നിന്നാൽ സംസാരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയും. തീർച്ചയായും അവർ നമ്മളോടുള്ള കെയറിൽ പറയുന്നതാണ്. പക്ഷേ ഇതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. നീ ഇത്രയും ക്ലാസ്സൊക്കെ എടുക്കുന്നല്ലോ, എന്നിട്ട് നിൻ്റെ കുട്ടികൾ എന്താണ് ഇങ്ങനെ? അപ്പോൾ ഈ ഒരു ചോദ്യം, ഇത് റിലേറ്റീവ്സ് അല്ല,
അല്ലാത്ത ആൾക്കാർ ചിലർ കുത്താൻ വേണ്ടി മാത്രം ചോദിച്ചതുണ്ട്. നീ വലിയ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണല്ലോ, എന്നിട്ട് നിൻ്റെ കുട്ടികളെന്തെങ്ങനെ ഈ രീതിയിൽ ചോദിച്ച ആൾക്കാരുണ്ട്. മറ്റൊരു പ്രശ്നമാണ് കുട്ടികളുടെ പാരൻസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് നല്ല സപ്പോർട്ടിന് ഉള്ള സ്ട്രഗിൾ. നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ തെറാപ്പി, അത് നല്ല ഹെവിയാണ് പൈസ അല്ലേ. തെറാപ്പി എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നല്ലൊരു എമൗണ്ട് എല്ലാ മാസവും നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. പിന്നെ തെറാപ്പിയും സ്കൂളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പാരൻസ് തീർച്ചയായും മൊത്തത്തിൽ ഡ്രെയിൻ ആവും. ഞാൻ വല്ലാത്ത അവസ്ഥയിലേക്ക് കുട്ടികളുടെ 2 പേരുടെയും തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഡെഡ് എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുള്ള് ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ എനിക്കിപ്പോൾ എക്സ്ട്രാ തീർച്ചയായും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെയും നല്ല രീതിയിൽ പോകുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെയും നന്നായിട്ട് പോകുന്നത്. അൽഹംദുലില്ലാഹ്, താങ്ക് ഗോഡ്. പിന്നെ ഇപ്പോൾ ലെവൽ 1 ഓട്ടിസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലെവൽ 2, 3 എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ സപ്പോർട്ട് വേണ്ട കുട്ടികളാണ്. അങ്ങനെയുള്ള പാരൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഫേസ് ചെയ്യുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ അത് എത്ര ഇരട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലർ ദൈവകോപം എന്നൊക്കെയാണ് പറയുക, ഇങ്ങനെയുള്ള സംഗതികളെ ദൈവകോപം എന്നൊക്കെയാണ് പറയുക. അതൊക്കെ എങ്ങനെയാണ് പാരൻസ് താങ്ങുക? പ്രത്യേകിച്ചും 2 റിലീജിയൻ എന്നൊക്കെ കല്യാണം കഴിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നേരിട്ട് തന്നെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ രീതിയിൽ ആണ് ആൾക്കാർ പറയുന്നത് എന്നൊക്കെ. ഡിപ്രഷനിലേക്കൊക്കെ എത്താൻ വേണ്ടി അധികം പോവേണ്ടി വരില്ല. കുട്ടികളോടുള്ള സ്നേഹം ഒരു ഭാഗത്ത്, എന്നാൽ മറുഭാഗത്ത് മറ്റുള്ളവർ പറയുമ്പോൾ ഉള്ള വിഷമം. പരമാവധി സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണുമ്പോൾ അവരെ ഒന്നുകൂടി ഒന്ന് എല്ലാവരെയും നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളെല്ലാവരും ഒരേ ലോകത്ത്, ആർക്കൊരു സ്പെഷ്യൽ സ്ഥാനമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ കുറേ ഖേദം കാണിക്കേണ്ടതൊന്നുമില്ല. അതായത് അയ്യോ പാവം എന്നുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടതൊന്നുമില്ല. പകരം അവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഹെൽപ്പൊക്കെ നമുക്ക് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണ്ട ഒരു കുട്ടിയും പാരൻറ്റും ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ സൈഡിൽ ഇരുന്നിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അതായത് അവരെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടീനെ കുറച്ച് നേരം കളിപ്പിക്കാം അല്ലേ. വലിയ ഏജ് ആയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കുട്ടികൾ എന്തായിരിക്കും, മീൻസ് ലെവൽ 2, 3 ഓട്ടിസൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികളുടെ മനസ്സ് തന്നെയാണ് ഉണ്ടാവുക അല്ലേ. പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി ചെറിയൊരു കുഞ്ഞിനോടെന്ന പോലെ തന്നെ പെരുമാറാൻ, ഖേദം കാണിക്കാനല്ല, അയ്യോ പാവം എന്ന രീതിയിൽ നിൽക്കാനല്ല, നല്ലൊരു സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. ബുള്ളി ചെയ്യപ്പെടുന്നത്, മറ്റുള്ളവർ ഇരട്ടപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നതും അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ പാരൻസിൻ്റെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് എനർജി വേണം. അതിൻ്റെ കൂടെ മറ്റുള്ളവരെയും കൂടി മാനേജ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് പാരൻസിന് ബുദ്ധിമുട്ടായിട്ട് മാറും. എല്ലാവരെയും മാനേജ് ചെയ്യേണ്ടതില്ല, അത് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം. നമുക്ക് എല്ലാവരെയും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അവർക്ക് വേണ്ടത് ഫുള്ളായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് വേണ്ടുന്നിടത്തു നിന്നൊക്കെ നിങ്ങൾ വാങ്ങുക, എടുക്കുക. നാട്ടുകാരെയും വീട്ടുകാരെയും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക. മീൻസ് എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, ഇതാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കി കൊടുത്ത് എല്ലാവരെയും അങ്ങ് ലെവലാക്കി കൊണ്ടു നടക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കേണ്ടതില്ല. മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും, മനസ്സിലാക്കാത്ത ആൾക്കാർ, മനസ്സിലാക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങ് വിട്ടുകളയുക. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരെയും സുഖിപ്പിച്ച് അല്ലെങ്കിൽ സമാധാനിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല കേട്ടോ. പബ്ലിക്കിലൊക്കെ കുറേ കേൾക്കേണ്ടി വരും, ഇത് ഇന്നത് കൊണ്ടാണ്,
ഞാൻ എൻ്റെ കുട്ടികളുടെ ഇത് ഡയഗ്നോസ് ഏകദേശം ഉറപ്പായ സമയത്ത് തന്നെ കുറച്ച് ടെസ്റ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ ബോഡി ചെക്കപ്പ്, ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയ സമയത്ത് അവിടെ കാണിച്ച ആ ഡോക്ടർ ഞാനിങ്ങനെ പറഞ്ഞു, എന്തിനാണ് ഈ ടെസ്റ്റൊക്കെ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ ADHDൻ്റെതും ഓട്ടിസത്തിൻ്റെ അത് ഡയഗ്നോസിന് മുൻപായിട്ട് നമുക്ക് കുറച്ചൊരു റിസൾട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണെന്ന് ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ, ഒരു പീഡിയാട്രീഷ്യനാണ്. ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഉടനെ എൻ്റെ കുട്ടീനെ നോക്കിയിട്ട്, രണ്ടാമത്തെ ആൾ നോക്കിയിട്ട് പറഞ്ഞു, ഇത് എന്ത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കുമോ? അതിങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇവൻ എന്നെ നോക്കുന്നുണ്ടല്ലോ, ഇവൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്താ പറയാം, നമുക്ക് ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർക്ക് എല്ലാം അറിയണമെന്നില്ല. അല്ലെങ്കിൽ ADHD ഓട്ടിസം എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുക. ഒരാളെയും നമുക്ക് ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മെൻ്റലി ഡൗൺ ആവാതിരിക്കുക. ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് ഞാൻ ഷോക്കായി, ഫസ്റ്റായിട്ടാണ് അങ്ങനെയുള്ള മറുപടി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. അതുപോലെ ADHD ഉള്ള മോനെ കാണിച്ചിട്ട് നിങ്ങളിങ്ങനെ ഓരോ തോന്നലാണ് നിങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും ഗൾഫിലൊക്കെ വളരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതായിരിക്കും. ശരിക്കും ഞാൻ ഹസ്ബൻഡിനെ നോക്കുന്നുണ്ട്, ഹസ്ബൻഡ് എന്നെ നോക്കുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനിത് തെറാപ്പി സെൻറ്ററിൽ പോയ സമയത്ത് നമ്മുടെ തെറാപ്പിസ്റ്റിനോട് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് വേറെ ആർക്കും ആ ഒരു ഡോക്ടറെ റെക്കമെൻഡ് ചെയ്യാതിരിക്കുക. ചിലരങ്ങനെയാണ്, അവർ പഠിച്ച പുസ്തകത്തിലുള്ള കാര്യമായിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ തൃപ്തിയായിട്ടില്ലെങ്കിൽ ഫീസ് പോയാലും പോട്ടെ, അടുത്ത ആളെ കാണിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആഴത്തിൽ നിങ്ങൾക്ക് വേണ്ട വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരാളിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടതില്ല. പഠിക്കുക, മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് തോന്നാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാബെയിൻ ടീമിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ 5 ഫ്രീ ഗ്രൂപ്പുകളുണ്ട്. ഈ വീഡിയോ ഇതുപോലുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറേ സെൻസറി നീഡ്സ് ഉണ്ടാവും കേട്ടോ. അതായത് ചില കുട്ടികൾക്ക് എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം, ചില കുട്ടികൾക്ക് എന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സെൻസറി നീഡ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റ് 1 മണിക്കൂറിലും നമുക്ക് നിർത്താൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ മോന് എൻ്റെ സെൻസറി നീഡ്സ് അവൻ പൂർത്തിയാക്കുന്ന ഒന്ന് എപ്പോഴും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എവിടെയാണെങ്കിലും ആളിങ്ങനെ വട്ടത്തിൽ നടക്കുന്നുണ്ടാവും. പിന്നെ എന്ത് കണ്ടാലും അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെക്കും. എൻ്റെ ബുക്ക് ഷെൽഫ് എങ്ങനെയാണ് നീറ്റായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കാറില്ലേ, അതിൽ ഒരു പങ്ക് എൻ്റെ ഈ രണ്ടാമത്തെ മോനുണ്ട്. ആൾക്ക് കളർ കോഡ് ആയിട്ട് വെക്കണം, നേരെ വെക്കണം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് മെസ്സി ആയിട്ട് ഇടുന്നത് ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആൾ തന്നെ അത് കുറേയൊക്കെ സെറ്റാക്കും. പക്ഷേ അത് നല്ലൊരു സ്വഭാവമായിട്ട് നമുക്കെടുത്ത് അങ്ങ് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് തെറ്റുമ്പോഴുള്ള പ്രശ്നം അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ ആളെ തെറാപ്പിയിലൂടെ അങ്ങനെ പെർഫെക്ഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റിയാൽ ഇപ്പോൾ എൻ്റെ ഷെൽഫിൽ പണ്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന ഫോട്ടോസിൽ കറക്റ്റ് സൈസിനനുസരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ബുക്സൊക്കെ. ഇപ്പോൾ സൈസ് മാത്രമല്ല, ഇങ്ങനെ കളറും കുറച്ച് മിക്സ് ആയിട്ടുണ്ട്, സൈസും മിക്സ് ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ ബുക്ക് ഷെൽഫ് ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ്. അതായത് അത് ആളെയും കൂടി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ അത്ര പെർഫെക്റ്റ് ആക്കി വെക്കാറില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ടും വെപ്പിക്കാറില്ല, അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ ഇത് മാറ്റി നീറ്റായിട്ട് വെക്കാറില്ല. അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇംപെർഫെക്ഷൻ അത് വളരെ നോർമലാണ് എന്ന് ആളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? ഒന്ന്, അവരായിട്ട് അംഗീകരിക്കുക. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുക്കുക. കുറേ ബ്ലാ 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 സംസാരിക്കാതെ, പറയാതെ, വെറുതെ വഴക്ക് പറയാതെ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. 1 മുതൽ 10 വരെ എഴുത്, അല്ലെങ്കിൽ തന്ന ഫുഡ് ഇത്ര വരെ കഴിക്കുക. അത് ക്ലിയർ ആയിട്ട്, എന്ത് തന്നെയാണെങ്കിലും ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടൈം ടേബിൾ എടുത്തു വെക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി കുളിക്കുക. ഈ രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്ത് കാര്യത്തിലാണെങ്കിലും. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, റുട്ടീനിലൊക്കെ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ നാളെ നമുക്കൊരു കല്യാണമുണ്ട്, അപ്പോൾ നമ്മൾ നാളെ ഇത്ര മണിക്ക് എഴുന്നേക്കും, എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ഇത്ര സമയമാകുമ്പോഴേക്കും നമ്മൾ കല്യാണത്തിന് പോകും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ രീതിയിൽ ആദ്യം തന്നെ അവർക്കൊരു നോട്ടീസ് അങ്ങ് കൊടുത്തേക്കുക, പ്രശ്നമൊന്നും വരാതിരിക്കാൻ.
തീരെ ഒട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല എന്നാണെങ്കിൽ വിഷ്വൽ സ്കെഡ്യൂൾസ് തയ്യാറാക്കി കൊടുക്കാം. ഓരോന്നും ചിത്രം ഒട്ടിച്ചുകൊണ്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ സോഷ്യൽ സ്കിൽസ് നമ്മളായിട്ട് തന്നെ മുൻകൈ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക. പ്രോസസ്സിങ്ങിന് ടൈം കൊടുക്കുക, ഓരോന്നും പഠിച്ചെടുക്കാനുള്ള ടൈം കൊടുക്കുക. അവരുടെ ഫീലിങ്സിന് അവരുടെ ഫീലിങ്സായിട്ട് നമ്മൾ കാണുക, വെറുതെ അഭിനയിക്കുന്നതാണ് എന്ന് പറയാതെ അല്ലെങ്കിൽ തള്ളിക്കളയാതെ അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുക. തമാശയും അല്ലെങ്കിൽ വെറുതെ തമാശ ആക്കുന്നത് ഒഴിവാക്കിയിട്ട് ശരിയായ തമാശകൾ പ്രോത്സാഹിപ്പിക്കുക, അത് നോർമലാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഓവർവെൽമിങ് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ടൂൾസ് കൊടുക്കും. ഇപ്പോൾ സൗണ്ട് പ്രശ്നമാണെങ്കിൽ ഹെഡ്ഫോൺ കൊടുക്കാം, ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം. സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈൻ സ്കൂൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഓൺലൈൻ സ്കൂളൊക്കെ സെറ്റ് ചെയ്യുന്നതിലൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഹോം സ്കൂളിങ്ങിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ഫോളോ ചെയ്യുക. പിന്നെ നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അത് ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നെഗറ്റീവായിട്ട് കുട്ടികളോട് ഡയലോഗ്സ് അടിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിപ്പോൾ 30 മിനിറ്റ് പൂർത്തിയായിട്ടുണ്ട്. ടെൻഷൻ ആവേണ്ടതില്ല കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരിക്കലും ടെൻഷൻ ആവേണ്ടതില്ല. നമുക്ക് അഡൾട്ടിൻ്റെ ഈ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ആരുടെയെങ്കിലും ലൈഫിൽ നിങ്ങൾക്കൊരു പ്രകാശമാവാൻ കഴിയുകയാണെങ്കിൽ അതായി മാറുക. എന്തായാലും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മടിക്കാൻ പാടില്ല കേട്ടോ. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും താങ്ക് യു സോ മച്ച്.